ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. അല്പം മുമ്പാണ് സ്ഥിരീകരിക്കാത്ത വാർത്ത വന്നത്. അദ്ദേഹം രാജി കൊടുത്തു കഴിഞ്ഞു എന്നാണ് വാർത്ത വരുന്നത്. ഇപ്പോൾ രഞ്ജിത്ത് കോഴിക്കോടുണ്ട്. എന്നാൽ നമ്മളോട് അല്പം മുമ്പ് വരെ രഞ്ജിത്ത് പറഞ്ഞത് അദ്ദേഹം രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹത്തോട് രാജി ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ്. എന്നാൽ ഘടകകക്ഷികൾ സമ്മർദ്ദം ശക്തമാക്കുകയും സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുവെന്നും തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നിഖിൽ പ്രമേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ടെലിഫോണിൽ നിഖിൽ പ്രമേഷ് ചേരുന്നു. രഞ്ജിത്ത് രാജിവെച്ചു എന്ന വാർത്ത സ്ഥിരീകരിക്കാമോ? സ്ഥിരീകരിക്കാവുന്ന വാർത്തയാണ്. ഒടുവിൽ രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദം രഞ്ജിത്തിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരുന്നു. രഞ്ജിത്ത് രാജിവെക്കാത്തത് മൂലം സർക്കാരിന് തന്നെ വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ ഒടുവിൽ രാജി, അതായത് ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്തയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണം 24 തന്നെയാണ് ആദ്യഘട്ടത്തിൽ പുറത്തു കൊണ്ടുവന്നത്. ബംഗാളി നടിയുടെ ആരോപണം അത് അത്രമേൽ ശക്തമായിരുന്നു. പാലേരി മാണിക്യം എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് അതിന്റെ ഫോട്ടോഷൂട്ടിന് എത്തിയ സമയത്ത് തന്നോട് മോശമായി പെരുമാറി എന്നുള്ള അവരുടെ വളരെ പ്രധാനപ്പെട്ട ആ മൊഴി 24 പുറത്തുവിട്ടതിന് പിന്നാലെ സിനിമാ ലോകം ഒന്നടങ്കം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ രഞ്ജിത്തിന്റെ രാജി ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിലെല്ലാം തന്നെ അദ്ദേഹം വെച്ചേക്കില്ല എന്നുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. തന്നോട് ആരും രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ രാജിവെക്കില്ല എന്നായിരുന്നു രഞ്ജിത്ത് ഇന്ന് രാവിലെ വരെയും പ്രതികരിച്ചിരുന്നത്. അല്പസമയം മുൻപ് നമ്മളോട് സിറ്റിയിൽ നിന്ന് തന്നെ, അതായത് മുന്നണിക്കകത്ത് നിന്ന് തന്നെ വലിയ വിമർശനം രഞ്ജിത്തിന്റെ ഈ രാജിയില്ലായ്മയ്ക്കെതിരെ, രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെടാത്തതിനെതിരെ ഉയരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ വാർത്ത പുറത്തു വരുന്നത്. അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുന്നു. ഇനി പുറത്തേക്കുള്ള വഴിയാണ്. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ അന്വേഷണം അടക്കം നടക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതുവരെ ബംഗാളി നടി പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. തന്നോട് ഏതെങ്കിലും കമ്മീഷൻ അടക്കം മൊഴി രേഖപ്പെടുത്താനോ മറ്റോ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനെത്തും. അതല്ലാതെ വ്യക്തിപരമായി പരാതി നൽകാൻ നിലവിലത്തെ സാഹചര്യത്തിൽ താൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ബംഗാളി നടി വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും കാര്യങ്ങൾ മാറുന്നു. രഞ്ജിത്ത് രാജി സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഓക്കെ, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചു എന്ന വാർത്ത വരുന്നു. പശ്ചിമ ബംഗാളിലെ അഭിനേത്രി പരാതി ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധങ്ങളും ഘടകകക്ഷികൾ LDFിലെ ഘടകകക്ഷികൾ നടത്തിയ സമ്മർദ്ദവുമാണ് അവസാനം രാജിക്ക് കാരണമായതെന്നാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരം. എന്നാൽ ചില സർക്കാർ തലത്തിൽ ചില ആളുകൾ ഇപ്പോഴും രാജി സ്ഥിരീകരിച്ച് നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. നമ്മൾ പലരുമായും ബന്ധപ്പെട്ടെങ്കിലും അങ്ങനെ വാർത്ത വരുന്നത്. എന്നാൽ രാജി കത്ത് കൈമാറി എന്ന് തന്നെയാണ് സ്ഥിരീകരിച്ച വിവരം എന്നാണ് ഞങ്ങളുടെ പാലക്കാട് പ്രതിനിധി നിഖിൽ പ്രമേഷ് അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്തത്. നിഖിൽ പ്രമേഷ് കൂടി നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. പറയൂ നിഖിൽ, മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഔദ്യോഗികമായി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ലെങ്കിലും നമുക്ക് സ്ഥിരീകരിക്കാം. ഏറ്റവും സ്ഥിരീകരിക്കാവുന്ന സോഴ്സിൽ നിന്ന് തന്നെയാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചത്. രഞ്ജിത്ത് രാജി സമർപ്പിച്ചിരിക്കുന്നു. ഒടുവിൽ രക്ഷയില്ലാതെ പുറത്തേക്ക് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ കഴിയും. ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുറുകിയതെന്ന് നമുക്കറിയാം. ആ ഘട്ടത്തിൽ പോലും വയനാട്ടിലെ റിസോർട്ടിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആരും തന്നോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല. വകുപ്പ് മന്ത്രിയടക്കം രഞ്ജിത്തിന് നിരൂപാധിക പിന്തുണ നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നാൽ ഒടുവിൽ സമ്മർദ്ദം ശക്തമായപ്പോൾ സർക്കാരിനെതിരെ പോലും രഞ്ജിത്ത് അദ്ദേഹം തന്റെ രാജിവെക്കാനുള്ള കാരണമായി പറയുന്നത് തനിക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ അത് സർക്കാരിനെതിരെയായി മാറുന്ന സാഹചര്യമുണ്ട്. അതായത് തന്നെ കരുവാക്കിക്കൊണ്ട് സർക്കാരിനെ കൂടി ഇതിലേക്ക് വലിച്ചഴിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ സർക്കാരിന് ഒരു അവമതിപ്പുണ്ടാകാതിരിക്കാൻ താൻ രാജിവെക്കുന്നു എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. അദ്ദേഹം രാജി ഔദ്യോഗികമായി നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സ്ഥിരീകരിക്കാവുന്ന വാർത്തകൾ. ഇന്ന് രാവിലെ നമ്മൾ സിദ്ദിഖിൻ്റെ രാജി വാർത്ത കൂടി കണ്ടതോടുകൂടിയാണ് അദ്ദേഹം കൂടുതൽ സമ്മർദ്ദത്തിലായത്. അതായത് ഒരുപക്ഷെ രഞ്ജിത്തിന് മേൽ ഉയർന്നു വന്ന സമ്മർദ്ദത്തിൻ്റെ അത്ര സിദ്ദിഖിൻ്റെ രാജിക്കായി അലമുറ ഉയർന്നിരുന്നില്ല, അല്ലെങ്കിൽ ആവശ്യം ഉയർന്നില്ല. അതിനു മുൻപ് തന്നെ ധാർമ്മികത മുന്നിൽ നിർത്തിക്കൊണ്ട് താൻ രാജിവെക്കുന്നു എന്ന് സിദ്ദിഖ് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രഞ്ജിത്ത് അവിടെ പ്രതിരോധത്തിലാവുകയായിരുന്നു. ഇനി മറ്റു വഴികളില്ല എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ രാജി അദ്ദേഹം ഔദ്യോഗികമായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചു. ഘടകകക്ഷികളിൽ നിന്നുള്ള സമ്മർദ്ദമൊക്കെ തന്നെ ഈ രാജിക്ക് കാരണമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിലെ പല ആളുകളും ഈ രാജിക്കായി മുറവിളി കൂട്ടുന്നുണ്ടായിരുന്നു. അവസാനം രാജി സമർപ്പിക്കേണ്ട സാഹചര്യം ഉരുത്തിരിക്കുകയായിരുന്നു. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേർന്നു. വിജയകുമാർ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന വാർത്തയായിരുന്നു അത്, രഞ്ജിത്ത് രാജി വെച്ചു എന്നുള്ള കാര്യം പറയൂ.
എസ് കെ യഥാർത്ഥത്തിൽ രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ, രഞ്ജിത്തിന്റെ രാജി ഒഴിവാക്കാൻ വലിയ ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതിശക്തമായ സാമൂഹ്യ സമ്മർദ്ദം രഞ്ജിത്തിന്റെ പുറത്തേക്കുള്ള വഴിയൊരുക്കി എന്ന് നിസ്സംശയം പറയാം. കാരണം യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ചലച്ചിത്ര പ്രവർത്തകരടക്കം ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ CPI നേതാവ് ഇന്നലെ ആനി രാജ പറഞ്ഞത് രഞ്ജിത്തിനെ പദവിയിൽ നിന്ന് മാറ്റി നിർത്തണം, അതിൽ കേസെടുത്ത് അന്വേഷണം നടത്തണം, ഏതെങ്കിലും ഒരു വെളിപ്പെടുത്തൽ എവിടെ ഒന്നും ആരെങ്കിലും പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ നിരപരാധിയാണെങ്കിൽ തെളിയിക്കേണ്ടത് രഞ്ജിത്താണ് എന്ന് ഇന്നലെ കൃത്യമായി CPI നേതാവ് കൂടിയായ ആനി രാജ പറഞ്ഞു. അതുപോലെ ഈ ചലച്ചിത്ര പ്രവർത്തകർ ഇപ്പോൾ സംവിധായകരടക്കം, പ്രമുഖ മുതിർന്ന സംവിധായകരടക്കമുള്ളവർ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ രഞ്ജിത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ്, സിനിമയിൽ സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ഒരാളാണ്. അത്തരം ഒരു ആരോപണം നേരിടുമ്പോൾ അദ്ദേഹം പദവി ഒഴിഞ്ഞിട്ട് അതിൽ അന്വേഷണം നേരിടുക എന്ന തീരുമാനം നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നു, ഈ ആരോപണം വന്ന സമയത്ത് തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു എന്നതാണ് പൊതുവിൽ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ രാജിവെക്കാതിരിക്കുക, ഇന്നലെ അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടുമെന്ന വാർത്തകൾ വന്നു. ആ ഘട്ടത്തിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് രാജിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രഞ്ജിത്ത് തന്നെയാണ് എന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഓർക്കണം എത്ര കടുത്ത സമ്മർദ്ദം. ബൽറാം നെടുങ്ങാടി കൂടി പശ്ചിമ ബംഗാളിൽ നമുക്കൊപ്പം ചേരുന്നു. അവിടുത്തെ അഭിനേത്രിയാണല്ലോ ഇദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും വലിയ പരാതി ഉന്നയിച്ചത്. ടെലിഫോൺ ലൈനിലാണ് ബൽറാം നെടുങ്ങാടി ഉള്ളത്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ അഭിനേത്രി ഈ കാര്യത്തെ, ഈ രാജിക്കാര്യം അറിഞ്ഞിട്ടുണ്ടോ? SKN ഈ കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള ഘട്ടത്തിൽ അവർ പ്രതികരിച്ചിരുന്നു. രാജിവെക്കേണ്ടതാണ് എന്ന് തന്നെയാണ് അവരുടെ പ്രതികരണം എന്നുള്ളത്. അതായത് തെറ്റ് ചെയ്തതായി അദ്ദേഹം അംഗീകരിക്കണം എന്നുള്ളതാണ് ആവശ്യം. അതേസമയം പരാതി അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഇതുവരെയും അത്തരത്തിലുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മറിച്ച് ഇത്തരത്തിൽ തെറ്റ് ചെയ്തിട്ടുള്ള സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളവർ ജനമധ്യത്തിൽ തുറന്നു കാണിക്കപ്പെടണം, അവർ തങ്ങൾ ചെയ്ത തെറ്റുകൾ അംഗീകരിക്കണം എന്നൊരു നിലപാടിലാണ് ശ്രീലേഖ മിത്ര ഉള്ളത്. നിലവിൽ രാജിക്ക് ശേഷം ഇപ്പോൾ അവരുടെ പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്നാൽ രഞ്ജിത്ത് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് നിലപാട്. അത് തെറ്റ് അംഗീകരിക്കുന്ന രഞ്ജിത്ത് തന്നെ ചെയ്ത തെറ്റ് അംഗീകരിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം എന്നുള്ളത്. എന്തായാലും തുടർ നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് അവർ ഏറ്റവും ഒടുവിലും പ്രതികരിച്ചത്. ആവശ്യമെങ്കിൽ അത്തരം നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്മിറ്റിയോ മറ്റോ ആവശ്യപ്പെടുകയാണെങ്കിൽ അവരുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ശ്രീലേഖ മിത്രയുടെ നിലപാട് എന്നുള്ളത്. നിലവിൽ അല്പസമയത്തിനകം തന്നെ അവരുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് കൊൽക്കത്തയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ടെലിഫോണിൽ ചേർന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജി സമർപ്പിച്ചു. ഈ അഭിനേത്രിയുടെ പരാതി കൊടുവിലാണ് ഈ രാജി ഉണ്ടായിരിക്കുന്നത്.